നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. മനുഷ്യനല്ല, കുറച്ചൊക്കെ നാണം വേണം. നിൻ പദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. നീയൊരു മലർവാടി മധുമലർ മുട്ടുകൾ പോരാടി മിഴികളാടി. ഒന്ന് വെറുതെ ഇരിക്കുന്നു. നിൻ പദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. ഞാൻ കാണിച്ചു തരാം. നിൻ പദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. ദമയന്തി നീ നളനാണ് ഞാൻ, നീ ദേവയാനി നിൻ കജന്യാൻ. ദമയന്തി നീ നളനാണ് ഞാൻ, നീ ദേവയാനി നിൻ കജന്യാൻ. വരുമോ നീ തരുമോ നീ തരളയൗവനം തന്ന താരകേതി. ഞാനിനി മിണ്ടില്ല. നിൻ പദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. നീയൊരു മലർവാടി മധുമലർ മുട്ടുകൾ പോരാടി മിഴികളാടി. നിൻ പദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. നിൻ പദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. നിൻ പദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. നൈസ് നൈസ്, ഗുഡ് മോളെ. Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. കീർത്തി, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഓ, ഈ ഷെഡ്യൂൾ അങ്ങ് തകർക്കുവാണല്ലോ. എന്താ സഞ്ജയനെ സെലക്ട് ചെയ്തേ? ഇതുപോലത്തെ കുരുത്തക്കേടൊക്കെ അവനെ പറ്റൂ. അതുകൊണ്ടാണോ റെഡി ആയിരുന്നു അവൻ ചെയ്യാനായിട്ട്? അതെ അതെ. ഓക്കെ, സഞ്ജയ് ആൻഡ് അജയൻ സൂപ്പർ ആയിരുന്നു. ഓക്കെ, നമുക്ക് ചോദിക്കാം. MG സാറ്. കീർത്തി, എന്താ സാർ? നല്ല രസമുള്ളൊരു പാട്ടാണ് കേട്ടോ. ഇത് പണ്ട് നസീർ സാറ് ഷീലാമ്മയുടെ പുറകെ പോകുമ്പോഴത്തേക്ക് പാടുന്നൊരു പാട്ട്. അപ്പോൾ ഷീലാമ്മ തിരിച്ച് പറയും, ഓ ഈ മനുഷ്യനാണോ ഇല്ല, എന്തൊക്കെയുണ്ട് കുറെ സംഭവം ഉണ്ട്. അത് നമ്മുടെ ഇദ്ദേഹം കലക്കി. കാരണം ഇങ്ങനെ ചേഞ്ച് വന്നപ്പോഴ് അവർ മെയിൽ പറയേണ്ടി വന്നൊരു അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. അതും ആലോചിച്ചു, പക്ഷെ പറഞ്ഞത് നന്നായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. സഞ്ജു മോൾ പാടിയത് കുഴപ്പമില്ല. കാരണം കുറച്ച് ശ്രുതി അവിടെ ഇവിടെയൊക്കെ പോകുന്നു. ഈ ശ്രുതിയാണ് പ്രശ്നം. മധു മലർമഞ്ചലിൽ പോരാടി നാണത്തിനാലൊരു പാടുന്നു നീ, ആ പോർഷൻസൊക്കെ ശ്രുതിയാണ് പ്രോബ്ലം ഉണ്ടായത്. ഇതിന്റെ പുറകിലൊരു സംഭവമുണ്ട്. അതായത് വന്ദനം എന്നുള്ള സിനിമ കമ്പോസിങ് അടക്കുക ഔസേപ്പൻ ചേട്ടനാണ് മ്യൂസിക്. ഇവിടെ പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രിയം വന്നിട്ട് പറഞ്ഞു നമുക്ക്, അപ്പോൾ അതിനകത്ത് മോഹൻലാലും ഒരു പുതുമുഖം ഗിരിജ ഗാഥ എന്നാണ് അതിനകത്ത് വിളിക്കുന്നത്. പ്രിയം വന്നിട്ട് പറഞ്ഞു എനിക്ക് ഈ പടത്തിലുള്ള പോലെ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ നോട്ട് ലൈക്ക് ദിസ്, ഇതുപോലെ ഡയലോഗൊക്കെ വേണം. കാരണം മോഹൻലാൽ വരുന്നു,
ഇവളുമായിട്ട് പാടി അഭിനയിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ആ പെണ്ണിങ്ങനെ തിരിച്ച് പറയുന്നതൊക്കെ ഒരു അറേഞ്ച്മെന്റ് ഓഫ് ദ ഓൾഡ് വെർഷൻ. അങ്ങനെയാണ് ഈ കവിളിണയിൽ കുങ്കുമമോ എന്നുള്ള പാട്ട് വന്നത്. കവിളിണയിൽ കുങ്കുമമോ പരിഭവ വർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി വാ എന്റെ ഗാഥേ നിന്റെ ചൊടിയിൽ വിരിയുമലരിനളികൾ മധുനുകരും. ഈ മനുഷ്യന് നാണമില്ലല്ലോ. ധിം ദങ്കിടകട തരികിടകട ധിം ദങ്കിടകട തരികിടകട ധിം ദങ്കിടകട തരികിടകട ധൂം. കവിളിണയിൽ കുങ്കുമമോ പരിഭവ വർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി വാ എന്റെ ഗാഥേ നിന്റെ ചൊടിയിൽ വിരിയുമലരിനളികൾ മധുനുകരും. ഓ, എന്തൊരു ശല്യമായത്. ധിം ദങ്കിടകട തരികിടകട ധിം ദങ്കിടകട തരികിടകട ധിം ദങ്കിടകട തരികിടകട ധൂം. ഹേയ് ലല്ല 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 ഹേയ് ലല്ല 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 ലല്ല. അടിപൊളി. ഇപ്പഴാ ഒരു ആശ്വാസമായത് സത്യം പറഞ്ഞാൽ. താങ്ക് യു. താങ്ക് യു സർ. ശരത് സർ. അപ്പം നല്ല എന്താ പറയണ്ട ഒരു 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 ജോളിപ്പാട്ട്. അജയേട്ടൻ ഇങ്ങനെയുള്ള പാട്ടുകൾ വളരെ കുറവാണ്. പിന്നെ കുറച്ച് ഈ ബ്രിഡ്ജിങ് ഇതുവരെ ശരിയായില്ലേ? ശരിയാക്കി വരുന്നു സർ. ആ അത് അതിന്റെ ഒരു കഴിഞ്ഞ പാട്ടിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല ട്രൈ അല്ല, ഇനി നമുക്ക് ട്രൈ ചെയ്യാനുള്ള സമയമല്ല, സമയം അതിക്രമിച്ച് കടന്നു കഴിഞ്ഞിരിക്കുന്നു. യെസ് സർ. അപ്പൊ അതൊന്ന് നേരെയാക്കുക, കാരണം നല്ല പാട്ടുകാരിയാണ്. അപ്പൊ ഈ മധു അതൊന്ന് പാടാമോ? നീയൊരു മലർവാടി മധുമലർ മുട്ടുകൾ പോരാടി മതിയടോ, ഇപ്പം ബെറ്ററാണ്. അപ്പൊ പാടുമ്പോ ഒരു ശ്വാസം മുട്ടലുണ്ടായിരുന്നു, അതുപോലെ നാണത്താലെ പാടുന്നു, അതൊന്നും ചേർന്നിട്ടുമില്ല. അതൊന്ന് പാടാമോ? ഒരു തളരല്ലേ നീ വിളറല്ലേ നീ നാണത്തിനാലെ. ഓക്കെ, നാണത്തിനാലെ വാട്ട് വാടുന്നു നീ. ആ, ഇത് പാത്തോസ് ആണോ? അല്ല. പിന്നെന്തിനും ഇത് അമിത വികാരം? ഇതെന്താണ്, ഒരു കളിയാക്കി പാട്ടല്ലേ? ആണോ? അപ്പം അത് നമ്മൾ അതിൻ്റെ ഒരു വികാരം ഉൾക്കൊണ്ട്, കാര്യം ഒരു മെയിൽ പാടിയേക്കുന്നത് അത് ഉൾക്കൊണ്ട് പാടണം, അതിലാണൊരു വിജയം. ഓക്കെ സർ. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒരു മോളെ അങ്ങോട്ട് അയച്ചായിരുന്നു 2 ഡയലോഗ് അടിക്കാൻ. അതെ. അപ്പം മോള് ചെറിയ കൊച്ചു തരിമ്പ് മീശയും വെച്ചിട്ട് അവിടെ വന്ന് മോടെ കാര്യം വൃത്തിയായിട്ട് ചെയ്തു. നീ കൊള്ളായിരുന്നു കേട്ടോ ചക്കരെ, യു നൈസ് മോളെ. എനിക്കിതാ കീർത്തി, വേറൊന്നുമില്ല. കീർത്തി നല്ല രസം ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് പാടി. ടെക്നിക്കലി ഇറ്റ് വാസ് നൈസ്. ചേർത്തേട്ടൻ ഒരു കാര്യം ചോദിച്ചല്ലോ, ഇത് പാത്തോസ് മൂഡാണോന്ന്. ഇത് പാത്തോസ് മൂഡല്ല അല്ലേ. ഇപ്പം നമ്മൾ ഈ വന്ദനത്തിലുള്ള സോങ് അല്ലെങ്കിൽ കരളിൻ്റെ കരളെ, ആ ഒരു മൂഡാണ് സംഭവത്തിന്. അതിൻ്റെ ട്യൂണിന് ഈ പറഞ്ഞ പോലെ എവിടേക്കും ഒരു പാത്തോസിൻ്റെ ഒരു ടച്ച് ഉണ്ടെങ്കിലും സിംഗിങ്ങിൽ അത് കാണിക്കരുത്. മനസ്സിലായില്ല? ഇപ്പൊ ഈ അനുപല്ലവിയുടെ ഭാഗമൊക്കെ ഒരു പാത്തോസ് ലൈനിലാണ് പോകുന്നതെങ്കിലും അത് ഒരിക്കലും സിംഗിങ്ങിൽ വരാനേ പാടില്ല. പക്ഷെ ഇത്തവണ അത് സിംഗിങ്ങിൽ വന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു നിജസ്ഥിതി. ഓക്കെ, ചേട്ടൻ ഒരു പാട്ട് പാടി, അപ്പോൾ നമ്മൾ അതിന്റെ ഒരു ഫീമെയിൽ വേർഷൻ പാടുന്നു എന്നുള്ളത് അങ്ങനെയല്ല. ആ ക്യാരക്ടർ അടക്കം നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ ഒരു അല്ലെങ്കിൽ അത് വെറും ഒരു എക്സിക്യൂഷൻ മാത്രമായി മാറും. ഞാൻ പറഞ്ഞത് ഇത്രയ്ക്ക് മനസ്സിലാവുന്നില്ല? ആ, അതാണ് അതിൻ്റെ ഒരു സംഭവം. ശ്രുതി കുറച്ച് പ്രശ്നങ്ങൾ ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു നോട്ടിനെസ് വന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് ഭാഗങ്ങൾ കവറായി പോയേനെ. ഓക്കെ. പിന്നെ സഞ്ജുമോൾ എന്തടി സാർ നന്നായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. ചേച്ചി കീർത്തി, എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് ആണ് ഈ സെലക്ട് ചെയ്തത്. സ്പെഷ്യലി ഭയങ്കരമായ ഡ്രാമ ആവശ്യപ്പെടുന്ന ഒരു പാട്ട്. മോള് നന്നായി പാടി, അതാദ്യം നന്നായി പാടി. പിന്നെ ഇടയിലുള്ള കുഞ്ഞു കുഞ്ഞു മൂവ്മെന്റ്സും അതൊക്കെ ഭംഗിയുണ്ടായിരുന്നു. സഞ്ജയുടെ ഇതിലുള്ള കോൺട്രിബ്യൂഷനും മനോഹരമായി. നമ്മുടെ ഓർക്കസ്ട്രയൊക്കെ അടിച്ച് പൊളിച്ച് സൂപ്പറാക്കി. മോളുടെ ഒരു ശ്രുതിക്ക് വേണ്ടിയിട്ട് മോളത് താഴ്ത്തി
ഒക്കെ ഭംഗിയുണ്ടായിരുന്നു. മോളുടെ വോയിസ് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ, ഇത് കാണാനും ആ ചെയ്തതെല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഷാൻ പറഞ്ഞ ആ ഒരു കാര്യം, ഞാനിത് കുറച്ചുകൂടി ഒരു ജോഷല്ല, ഒരു ആക്ട് അതിനകത്ത് കൊണ്ടുവരണം എന്നുള്ള. ആക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കലി ആക്ട് ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ വോയിസിൽ വരുന്ന ഒരു ആക്ട് ഉണ്ടല്ലോ. ഇപ്പം ശരത് സർ പറഞ്ഞതാ, നിങ്ങൾക്ക് ഇപ്പം ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അന്ത കാലത്ത് അവർ പാടുമ്പോൾ ഇത് വീഡിയോ ഇറങ്ങിയിട്ടില്ലല്ലോ, അപ്പം അവരുടെ ഇമാജിനേഷനിലല്ലേ പാടുന്നത്. അപ്പോൾ ആ ആലോചിച്ച് നോക്കണം എങ്ങനെയാണ് ആ സിനിമാറ്റിക് ഫീൽ, എങ്ങനെയാണ് ആ ഒരു ഭാവം കൊണ്ടുവരുന്നത്. ഒരാളിങ്ങനെ ഇങ്ങനെ പുറകെ നടക്കുന്നു, ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അയാളെ നമ്മളിങ്ങനെ വളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അല്ലേ, വളയ്ക്കാനുള്ള ഒരു ശ്രമം നടക്കുകയാണ്. അതെ. അപ്പോൾ ആ ഒരു ഫീൽ, അതാണ് ആ ചില ഭാഗങ്ങളിൽ അത്രേ ഉള്ളൂ. ആ വാക്കുകൾ പറയുന്നതും ആ രീതിയും ഇപ്പോഴും അതൊരു ബ്യൂട്ടിഫുൾ മെലഡി പോലെയായി. മെലഡിയുടെ അകത്ത് കുറേ ഒരു എക്സ്പ്രഷൻ വരണം. അതാണ് ഈ പാട്ടിന്റെ ഒരു വിജയം. ഇത് സിമ്പിൾ സോങ് ആണ് ശരിക്കും, ഇതിനകത്തൊന്നും ഇല്ല. ഇതിൽ ഫുൾ എക്സ്പ്രഷൻ ആണ് വേണ്ടത്. ഒന്ന് ട്രൈ ചെയ്യുന്ന അങ്ങനെ പെറുക്കി പെറുക്കി. എന്റെ സ്വപ്നജാലം നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം, നീയൊരു മലർവാടി, നീയൊരു മലർവാടി, നീയൊരു മലർവാടി, നീയൊരു മലർവാടി. വേണ്ട, ഇങ്ങനെ ആ ഗ്ലൈഡ് ഒരുപാട് വേണ്ട. നീയൊരു മലർവാടി, നീയൊരു മലർവാടി, മധുമലർ മുട്ടുകൾ പോരാടി മിഴികളാടി, നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. ആ ഒരു ബബ്ലി ഫീല്, പൂവാലന്റെ ഒരു ഫീല് ശരിക്കും വരണം. പൂവാലി അത് മാത്രമാണ് എനിക്ക് ഇതിൽ തോന്നിയ ഒരു ലേശം ഒരു കുറവുണ്ടെങ്കിൽ അത് മാത്രമേ തോന്നിയുള്ളൂ. അത് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കണം. അതായത് ഇനി ഇങ്ങനത്തെ പാട്ടുകൾ വരുമ്പോൾ you should try and give കുറച്ചുകൂടി ഒരു പവർ. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ऐ मेरे ज़ोहरा जबी तुझे मालूम नहीं, तू अभी तक है हंसी और मैं जवान, तुझ पे कुर्बान मेरी जान मेरी जान, ऐ मेरे ज़ोहरा जबी तुझे मालूम नहीं, तू अभी तक है हंसी और मैं जवान, तुझ पे कुर्बान मेरी जान मेरी जान. അങ്ങനെ സാറിന്റെ പുറകെ നടന്ന് പാടായത്. അപ്പൊ ഞാൻ പറയും ഇതുപോലെ ശല്യമായല്ലോ, ഇതൊരു ശല്യമായല്ലോ, ഈ പെണ്ണിന് കുറച്ച് കൂടുന്നുണ്ട്. അതെ, ഇങ്ങനൊക്കെ പറയാം. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല ഒരു ട്രയൽ തന്നെയായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്, നന്നായി പാടി മോളെ. താങ്ക് യു ചേച്ചി. ഗോഡ് ബ്ലെസ്. ഓക്കെ ജഡ്ജസ്, മാർക്കിന് മുന്നേ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ പാട്ടുകൾ കൊണ്ടുവരുമ്പോ ഒരു പെർഫോമൻസിന് എവിടെയെങ്കിലും ഒക്കെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിവിടെ റീക്രിയേറ്റ് ചെയ്യാറുണ്ട്. എന്തായാലും നമ്മുടെ സഞ്ജുമോൾ അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യായിരുന്നല്ലോ, സഞ്ജുമോളും കീർത്തിമോനും കൂടെ നമുക്കൊന്ന് കാണാം ഈ പാട്ട്. ഓക്കെ, പെർഫോം ചെയ്യുന്നത്. അതിനു മുന്നേ സഞ്ജുമോളെ ഒന്ന് സഞ്ജുമോളാക്കി എടുക്കണോ എനിക്ക്? മാ മോളെ. നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം, മനുഷ്യനെ കുറിച്ച് നാളെ വേണം. നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം, നീയൊരു മലർവാടി, മധുമലർ പൊട്ടുകൾ പോരാടി ഒന്ന് വെറുതെ ഇരിക്കുന്നു. നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. സൂപ്പർ, അടിപൊളി. കീർത്തി അടിപൊളി, കീർത്തിയുടെ വോക്കൊക്കെ നല്ലതായിരുന്നു. ഓക്കെ, ഇനി മാർക്സ് ചോദിക്കാം. 8.9 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു സർ. MG sir 8.9. Thank you sir. Thank you sir. Shanika. T3. Okay, so total 17.8. Super. Okay.